നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ ബിസിനസ് ഐഡിയാസിനെ കുറിച്ചുള്ള വീഡിയോസ് ആണ് കൂടുതലായി ചെയ്യാറുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. ബിസിനസ് അതേതുമാവട്ടെ, ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ ആശയങ്ങളിലൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയണം. എപ്പോഴും ഒരേ പാത്തിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ഡെവലപ്പ് ആവില്ല. മറ്റുള്ളവരുടെ ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ പുതുമയുള്ള ആശയങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ജനങ്ങളിലേക്ക് അത് കൂടുതൽ എത്തിപ്പെടുക. അധികം അറിയപ്പെടാതെ സാധാരണ ലെവലിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനി ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ആശയം പ്രയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് വന്ന ഒരു കഥയുണ്ട്. അതാണ് നമ്മുടെ ലിങ്ക് ജെൽ പെന്നിന്റെ കഥ. സാധാരണ എല്ലാ കമ്പനികളെയും പോലെ തന്നെ മഷിപ്പേനുകളും ബോൾ പേനുകളും ഒക്കെ നിർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ലിങ്ക് കമ്പനിയും അവരുടെ വ്യവസായം ആരംഭിച്ചത്. ആ കാലഘട്ടത്തിലായിരുന്നു ജെൽ പേനകളുടെ കടന്നുവരവ്. എല്ലാ കമ്പനികളും ചെയ്യുന്നത് പോലെ തന്നെ ജാപ്പനീസ് ഇങ്കില് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ജെൽ പേനകൾ ലിങ്ക് കമ്പനിയും നിർമ്മിച്ചത്. പക്ഷേ ആ സമയത്ത് ഏറ്റവും പോപ്പുലറായി നിന്ന പല കമ്പനികളും റൈനോൾസ് പോലെയുള്ള കമ്പനികളിലൊക്കെ 20 രൂപയ്ക്കും 30 രൂപയ്ക്കും ഒക്കെ ആയിരുന്നു ജെൽ പേന വിപണിയിൽ ഇറക്കിക്കൊണ്ടിരുന്നത്. അതെല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ ലിങ്ക് കമ്പനി വളരെ വിപ്ലവകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തി. 20 രൂപയ്ക്കും 30 രൂപയ്ക്കും വിപണിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന ജെൽ പേനകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ എടുത്ത ഒരു നടപടി എന്താണെന്ന് വെച്ചാൽ വെറും 5 രൂപയ്ക്ക് പേനകൾ ഇറക്കുക എന്നുള്ളതായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾ കമ്പനിയുടെ ഒരു തീരുമാനം ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ചു. ജെൽ പെന്നുകൾ കൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് കുറച്ചുകൂടി മനോഹരമാക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളിലേക്ക് ഈ പേനകൾ വളരെ നല്ല രീതിയിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങി. 5 രൂപയുടെ 10 പേനകൾ ഒരുമിച്ച് ഒരു പാക്കറ്റിലാക്കിക്കൊണ്ട് വിപണിയിൽ എത്തിച്ചത് മൂലം പേനകളുടെ വിപണനത്തിൽ ഒരു പുതിയ മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് കമ്പനി കൊണ്ടുവന്നത്. ഈ ഒരു കാര്യത്തിനായിട്ട് കമ്പനി ഉപയോഗിച്ച ഒരു ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ ലാഭവിഹിതം പരമാവധി കുറച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതായിരുന്നു. 2003 പ്രാവർത്തികമാക്കിയ ഈ ഒരു കാര്യം കമ്പനി ഇന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. വില കുറച്ച് കൊടുക്കുന്നു എന്ന് കരുതി പേനയുടെ ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ആകെ ചെയ്തത് ഈ പേനയുടെ ബോഡിയുടെ തിക്നെസ് ഇച്ചിരി കുറയ്ക്കുകയാണ്. അതൊരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിരുന്നില്ല. കൽക്കട്ടയിലായി മാത്രം ഒതുങ്ങിയിരുന്ന ലിങ്ക് കമ്പനി ഇന്ന് 1.5 ലക്ഷം ഔട്ട്ലെറ്റുകളുള്ള വലിയൊരു ബിസിനസ് സാമ്രാജ്യമായി വളർന്നു. ഇന്ന് അവരുടെ വാർഷിക വിറ്റുവരവ് തന്നെ 400 കോടിയിലധികമാണ്. ലോകത്തിലെ മിക്ക സ്ഥലങ്ങളിലേക്കും അവർ കയറ്റുമതിയും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നാണ് ലിങ്ക് പെൻ. നമ്മുടെ വീഡിയോസിലൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കുറഞ്ഞ ലാഭം കൂടുതൽ ബിസിനസ് എന്നുള്ളത്. ലിങ്ക് പെൻ കമ്പനിയുടെ ഈ ഒരു ആശയം നമ്മുടെ ഓരോരുത്തരുടെയും ബിസിനസ്സിൽ പ്രാവർത്തികമാക്കിയാൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകം അറിയപ്പെടുന്ന വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾക്കെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു കഥയുണ്ടാവും. അവരുടെ വിജയകഥകൾ വായിക്കുകയും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ചെയ്താൽ നമ്മുടെ ബിസിനസ്സിലും വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നല്ല രീതിയിൽ ഈ ആശയങ്ങൾ ബിസിനസ്സിൽ പ്രാവർത്തികമാക്കണം എന്ന് മാത്രം. ബിസിനസ്സിന് പ്രയോജനപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.